ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ തമ്മിൽ അല്ലെങ്കിൽ ക്യാപ്ഷനിലൊക്കെ കണ്ടിട്ടുള്ള പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കാലത്തെയും $1,000,000 ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദെയർ എ ഗോഡ്? ദൈവമുണ്ടോ? ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കാൾ ജോ, അങ്ങനെയാണ് പേര്. ബ്രോ, ദൈവമുണ്ടോ? എനിക്ക് ശിക്ഷ ഓർക്കുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കാൻ പേടിയാകുന്നു. പക്ഷേ എൻ്റെ യുക്തി എന്നോട് ദൈവം ഇല്ല എന്ന് പറയുന്നു. ചെറുപ്പം മുതലേ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പലപ്പോഴും നിരീശ്വര ചിന്തയെ വെറുക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതിപ്പം നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നും. കാരണം നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചിന്തയോട് യോജിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ലോജിക്ക് പലപ്പോഴും ഇത് തെറ്റാണെന്ന് പറയുന്നു. ഈ കൊച്ചിലെ തൊട്ട് പഠിച്ചിരിക്കുന്ന അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ഒത്തിരി ശിക്ഷകൾ കിട്ടും, കാര്യങ്ങളാകുമ്പോൾ സ്വമേധയാ പേടി വരും. അതിൽ ഭയപ്പെടാനൊന്നുമില്ല. ഏതൊരു വിശ്വാസിയും വിശ്വാസം വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേസിക് പ്രോസസ്സിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഞാനും ഇതിൽ തന്നെ ഗോ ത്രൂ ചെയ്ത ആളാണ്. ഹൗവർ, ഞാൻ എൻ്റെ രീതിയിൽ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ദൈവം ഉണ്ടോ ഇല്ലയോ? കൃത്യമായിട്ടും എനിക്ക് മനസ്സിലാകുന്നത്, ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മതദൈവത്തെ കുറിച്ചാണ്. കാരണം ദൈവത്തിൽ ചെറുപ്പം മുതലേ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്, നിരീശ്വര ചിന്തയെ വെറുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മതവിശ്വാസം പിന്തുടരുന്ന ഒരാൾക്ക് മാത്രമേ നിരീശ്വര ചിന്തയെ വെറുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് മതദൈവം എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. മറ്റൊരു ദൈവ കൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അടുത്തതായിട്ട് ഞാൻ എല്ലാവർക്കും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയായിരിക്കും. പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഞാനിവിടെ സംസാരിക്കുക. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. എനിക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായത് അതാണ്. മറ്റുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കൊച്ചിലെ തൊട്ട് കിട്ടിയിരിക്കുന്ന ഒരു അറിവതായതുകൊണ്ട് ഞാൻ അതിലെ കോൺസെൻട്രേറ്റ് ചെയ്താണ് പറയുന്നത്. ഹൗവർ, നിങ്ങൾക്കിത് ഈ സെയിം ലോജിക്ക് ഏതിൽ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഈസിലി മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് അത് നിലനിൽക്കുന്ന കുറച്ച് പില്ലേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഫ്രീ വിൽ. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചു, ബൈബിൾ അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോഴത്തേനും മനുഷ്യനാണ്. കാരണം അയാൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ബാക്കിയൊന്നിനും അതില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ചിന്താശേഷി ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം കൽപ്പിച്ചു നൽകി. അപ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അയാൾക്ക് തന്നെ ചൂസ് ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ. അയാളുടെ ജീവിതത്തിലേക്ക് ദൈവം പിന്നെ ഇടപെടുന്നേ ഇല്ല. വാട്ട് എവർ ഹി ചൂസ്, പുള്ളി പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ. അപ്പം ഇത് എനിക്ക് കോൺട്രാഡിക്ടറി ആയിട്ട് പലയിടത്തും തോന്നി. അതിനുള്ള കുറച്ച് ബൈബിൾ വേഴ്സസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യെശയ്യാ 46:10, റോമർ 9:15 മുതൽ 16 വരെ, സദൃശ്യവാക്യങ്ങൾ 16:9, സദൃശ്യവാക്യങ്ങൾ 21:1, പുറപ്പാട് 9:12, യോഹന്നാൻ 6:4. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതൊന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം സ്വയമേവ ചിന്തിക്കുക, ഫ്രീ വില്ല് ശരിയാണോ അല്ലയോ. പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വായിച്ചപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നിശ്ചയമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം നേരിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അത് പലയിടത്തും ഇപ്പോൾ ഭഗവാന്റെ മനസ്സിനെ കഠിനമാക്കിയെന്നും, പിന്നെ രാജാവിന്റെ തീരുമാനങ്ങൾ പുള്ളിയുടെ കയ്യിലാണ്, അത് നീർത്തോട് പോലെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമെന്നും, മനുഷ്യന്റെ വഴിയാവാൻ വിചാരിക്കും പക്ഷെ കാലടികളെ സ്ഥിരപ്പെടുത്തുന്നത് ദൈവമാണെന്നും, ഇങ്ങനെയുള്ള പല ഇത് വായിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉടായിപ്പാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഇക്കാര്യത്തിലൊരു ഏകദേശ തീരുമാനമായി, ഫ്രീ വിൽ എന്നൊരു സാധനം ഇല്ല. അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഒരു കൺഫ്യൂഷനായിരുന്നു ഈ ഒരു ഹെയ്റ്റ്രെഡ്. കൺഫ്യൂഷൻ അല്ല, എന്നിൽ ഇൻബോൺ ആയിട്ട് ഉണ്ടായിരുന്നതാണ്. ഈ കൊച്ചിലേ തൊട്ട് ഈ സാധനം തന്നെ കേട്ട് വളർന്നുകൊണ്ട് താൻ പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരോടും ഒരു പ്രത്യേകതരം വെറുപ്പ്, പ്രത്യേകിച്ച് ദൈവവിശ്വാസികളല്ലാത്തവരോട് എക്സ്ട്രീം വെറുപ്പ്, അത് പലയിടത്തും പ്രതിപാദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ. ഇപ്പോൾ പഴയ നിയമത്തിന്റെ കാര്യം പറയുമ്പോഴത്തേന് എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമായിരിക്കും, ഞങ്ങൾ പഴയ നിയമമൊന്നും അല്ല ഫോളോ ചെയ്യുന്നത്, ഞങ്ങൾ പുതിയ നിയമമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് പുതിയ നിയമവും പഴയ നിയമവും ഉള്ള ബൈബിള് കയ്യിൽ പിടിച്ചുകൊണ്ട് ചർച്ചിൽ പോകുന്നതും കാര്യങ്ങളും? രണ്ടാമത്, നിങ്ങളുടെ സൺഡേ സ്കൂളുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചുകളിൽ പഴയ നിയമത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ, പഠിപ്പിക്കാറുണ്ടോ, അതിനെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ സ്റ്റിൽ ലേണിംഗ് ഇറ്റ് ആൻഡ് യു ആർ സ്റ്റിൽ ഫോളോയിങ് ഇറ്റ്. ഇല്ലെങ്കിൽ അതിന് തെളിവ് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്താം.
അപ്പം ഹേറ്റ്രഡ് ആൻഡ് ഐസൊലേഷൻ, ഹേറ്റ്രഡ് എന്ന് പറയുമ്പോഴത്തേന് വിദ്വേഷം, അന്യമത വിദ്വേഷം, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാത്തവരോടുള്ള വിദ്വേഷം. ഐസൊലേഷൻ്റെ മലയാളം എനിക്കറിയില്ല. അപ്പം ഇത് പലയിടത്തും നമുക്ക് കാണാം. പണ്ട് പഴയ നിയമത്തിലാണെങ്കിൽ പല ഗോത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തൊട്ടാവാടിയ ഒരു ദൈവത്തിനാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ്, അവരെ അങ്ങ് കൊന്നുകള, ഒരു കൂട്ടമായിട്ട് അങ്ങ് കൊന്നുകള. അല്ലെങ്കിൽ അവിശ്വാസിയായിട്ടുള്ളവർ വരുവാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറ്റണ്ട, ഒന്നും ചെയ്യണ്ട. അതിന് നിന്റെ സ്വന്തം സഹോദരനാണെങ്കിലും നിന്റെ ഭാര്യയാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിൽ പോലും കൊന്നുകള. നീ ആദ്യം അവന്റെ മേലിൽ കൈവെക്കണം, രണ്ടാമത് ബാക്കി നാട്ടുകാരെ കൈവെക്കാൻ നീ പ്രേരിപ്പിക്കണം, മോബ്. അപ്പൊ ഇത് ഇവിടൊക്കെയാണ് പറയുന്നതെന്ന് ബൈബിൾ വേഴ്സസ് തരാം. 2 കൊരിന്ത്യർ 6:14 മുതൽ 16 വരെ, ആവർത്തന പുസ്തകം 7:1 മുതൽ 6 വരെ, പുറപ്പാട് 34:12 മുതൽ 16 വരെ, ആവർത്തന പുസ്തകം 13:8 മുതൽ 10 വരെ, സങ്കീർത്തനങ്ങൾ 139:21 മുതൽ 22 വരെ, 2 യോഹന്നാൻ 1:7 മുതൽ 11 വരെ. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു സംശയം. ഇപ്പോഴത്തേക്ക് എനിക്ക് എന്തുകൊണ്ട് ഇവര് മറ്റുള്ളവരെ വെറുക്കുന്നു എന്നൊരു കാര്യത്തിന് ഏകദേശം ഒരു ധാരണയായി. പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഈ ബൈബിളിൽ ഇവിടേക്കോ പറഞ്ഞിരിക്കുന്നു, അത് ഈ പാസ്റ്റർമാരെന്ന് പറയുന്നവരൊക്കെ എടുത്തു വെച്ച് താങ്ങുന്നു. അത് വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു വെറുപ്പ് ഉണ്ടായി വരുന്നു. നമ്മുടെ കൂടെ അതേ ചർച്ചിൽ വരുന്നവരെ കാണുന്ന ഒരു കണ്ണിൽ നമുക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാവും. പിന്നെ അടുത്തൊരു കാര്യം, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നന്മ മാത്രം ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അതോ നന്മ മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും കൂടെ മസ്റ്റായിട്ട് ചെയ്യണം? അപ്പോൾ അതിന് ഇവിടെ പറയുന്ന ഒരു കാര്യം, നന്മ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാമത് ജനിക്കുക എന്ന് പറയും. ആദ്യത്തേത് വെള്ളത്താൽ സ്നാനപ്പെട്ടിരിക്കണം, രണ്ടാമത്തേത് ആത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം. നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ ചർച്ചുകളുടെ അടുത്തൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു DJ പോലെ കൈകൊട്ടും ചാട്ടവും മറിച്ചിലും കാര്യങ്ങളും ഒക്കെ. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതിനി നിങ്ങൾ എത്ര നന്മ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. നിങ്ങൾ ഇമാതിരി കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ അതിൻ്റെ ബൈബിളിൽ പറയുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് യോഹന്നാൻ 3:3 മുതൽ 5, മർക്കോസ് 16:16, റോമർ 10:9. ശരി, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ അവിടെ സേവ്ഡായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ തന്നെ ജനിച്ചു വളർന്നു. ഞാൻ ശരിയായ മാർഗം കണ്ടെത്തി. ഇതുവരെ സ്നാനപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. അതിനു മുമ്പ് എന്തായാലും ചെയ്യുമല്ലോ എന്നൊരു തോട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. പക്ഷെ അന്നേരമാണ് ഞാൻ വായിക്കുന്നത് പലയിടത്തും ഈ പാപികളെ സ്വർഗത്തിൽ കയറ്റുന്നുണ്ട്. പ്രത്യേകിച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 മച്ചാന്മാരെ ക്രൂശിച്ചു. നമുക്ക് അന്നേരം മനസ്സിലാവും ഒരു ക്രൂശിക്കണമെങ്കിൽ എത്രത്തോളം വലിയ പാപമായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. ഒരു പുള്ളിക്ക് അന്നേരം ലാസ്റ്റ് മിനിറ്റിൽ ഒരു അടവ് തോന്നി. നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്കാം, കിട്ടിയാൽ കിട്ടി, കിട്ടിയാലൊരാന പോയാലൊരു വാക്ക്, ആ രീതിയിൽ ചോദിച്ചു, മച്ചാനെ എന്നെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ യേശുവിനോട്? അപ്പോൾ തന്നെ യേശു പറഞ്ഞു, പിന്നെന്താ പോലെ, അവിടെ ഒരു സീറ്റ് ഞാൻ ബുക്ക് ചെയ്തേക്കാം. പക്ഷെ നമുക്ക് എവിടെയും കണ്ടിട്ടില്ല പുള്ളി സ്നാനപ്പെട്ടിട്ടുണ്ടോ, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, ഒന്നും അറിയത്തില്ല. ഇത്രയും വലിയൊരു മഹാഭാവി ക്രൂശിക്കപ്പെട്ടവനെ അവസാന നിമിഷം ഒന്ന് ചോദിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. അത് ഭയങ്കര കോൺട്രാഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നി അന്നേരം. അപ്പോൾ ബാക്കിയുള്ളടത്ത് പറയുന്നത് എന്താണ്, പുള്ളിക്ക് എന്താണ് അത് ശരിയാവാത്തതും, ബാക്കി എത്ര നന്മ ചെയ്താലും അവന്മാരൊന്നും സ്വർഗത്തിൽ കയറ്റത്തുമില്ല. ജസ്റ്റ് ഒന്ന് യേശുവിനോട് പറഞ്ഞു എന്ന പേരിൽ ഇയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മേ ബി കുഴപ്പമില്ലായിരിക്കും. കാരണം യേശു പറഞ്ഞാൽ യഹോവയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മകനല്ലേ, മകൻ്റെ റെക്കമെൻഡേഷനിൽ കൂടെ നമ്മുടെ ഇപ്പം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, റെക്കമെൻഡേഷനിൽ കൂടെ ജോലി കിട്ടുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മേ ബി ആയിരിക്കാം. പോട്ടെ, റേപ്പ് ചെയ്തോ കൊല്ലുകയോ എന്തോ വേണം ചെയ്തു, അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറയുന്നതാണ്, എത്ര നിന്റെ പാപം കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആക്കി തീർക്കും എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് തോന്നിയാസം കാണിച്ചു, എന്ത് നാർത്തരം കാണിച്ചു, ചെല്ലുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു മനസ്താപം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല, കയറ്റിയിരിക്കും, സ്വർഗമുണ്ട്, പേടിക്കണ്ട. പക്ഷെ അന്നേരം എനിക്കത് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഏറ്റവും നന്മ ചെയ്ത്, ഏറ്റവും മനുഷ്യന് സമാധാനമായ രീതിയിൽ ജീവിച്ച്, മറ്റുള്ളവന് നന്മ ചെയ്ത്, മറ്റൊരാളെ ദ്രോഹിക്കാതെ ജീവിച്ചൊരു വ്യക്തി അവിടെ ചെല്ലുമ്പോൾ ഒറ്റ കാരണത്താൽ പുറത്താക്കുവാണ്. കാരണം നീ സ്നാനപ്പെട്ടില്ല, നീ പുതുതായി ജനിച്ചിട്ടില്ല എന്ന പേരിൽ പുറത്താക്കുമ്പോൾ, അതേസമയം ഈ നാറിയ ജീവിതം ജീവിച്ചവന്മാരൊക്കെ അവിടെ മനസ്താപപ്പെട്ടു എന്ന പേരിൽ അകത്ത് കയറ്റുവാണ്. അകത്ത് കയറ്റിക്കോട്ടെ, അതിന് എനിക്ക് പ്രശ്നമില്ല. മനസ്താപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ക്ഷമിക്കണമെന്നാണ്. പക്ഷേ
അതേസമയം ഇത്രയും നന്മ ചെയ്ത നല്ലൊരു മനുഷ്യന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തതെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനെ അവിടെ കയറ്റാതെ ഇന്നയാളെ കയറ്റുവാണെങ്കിൽ എനിക്ക് ആ സ്വർഗത്തിൽ അത്ര വലിയ വാല്യൂ തോന്നിയില്ല. കാരണം വൈസ് ഇറ്റ് ഈവൻ വർത്ത് ഇറ്റ്, അങ്ങനത്തെ ഒരു കാര്യം. അപ്പൊ അതിന്റെ തെളിവുകൾ വരുന്നത് 1 യോഹന്നാൻ 1:9, ലൂക്കോസ് 23:42-43, യെശയ്യാ 1:18. പിന്നെ അടുത്തൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള വൃത്തികെട്ട കുറെ കാര്യങ്ങൾ. നമ്മുടെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ മഹത്തായിട്ട് പറയുന്നത് ഞാൻ ഇതിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തൊലി ഉരിഞ്ഞു പോകുന്ന കുറെ വാക്കുകൾ. കാരണം ഒരു കല്യാണം നടക്കുമ്പോൾ പല ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അന്നേരത്തിന് അവിടെ വലിയ മൈക്കൊക്കെ വെച്ച് ഒച്ചത്തി പറയുന്ന, കെട്ടാൻ നേരത്ത് പറയുന്ന ഇതാണ്, പുരുഷൻ എപ്പോഴും വീടിന്റെ തലയായിരിക്കണം, സ്ത്രീ എപ്പോഴും വാലായിരിക്കണം, അങ്ങനെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ. പിന്നെ ഇതിനകത്ത് തന്നെ പലയിടത്തും വൃത്തിയായിട്ട രീതിയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പീരീഡ്സ് ആകുമ്പോൾ എങ്ങനെ ആയിരിക്കണം, പീരീഡ്സ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് തന്നെ ദൈവമാണ്. ആ ദൈവം അതിനെ എങ്ങനെ അശുദ്ധിയായിട്ട് കാണാൻ പറ്റും? എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കൂട്ട് തന്നെ അത്ര വിവരമില്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കണമായിരുന്നു. അവിടെ തനിക്ക് കഴിവില്ലടൂ അതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ തെളിവുകളാണ് ഉൽപ്പത്തി 3:16, എഫേസ്യർ 5:22-24 വരെ, 1 തിമോത്തിയോസ് 2:11-12, ലേവ്യ പുസ്തകം 15, മൊത്തം ഇതാണ്. സ്ത്രീയെ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് വളരെ സിമ്പിളായിട്ട് കോമൺ ലോജിക്കിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ അബ്രഹാം മകനെയും കൊണ്ട് മേളിൽ യാഗം കഴിക്കാൻ പോകുന്നത്. അതിനെ രണ്ട് രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം ഒന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേന് ഒന്നെങ്കിൽ അബ്രഹാം ഒരു സൈക്കോപാത്താണ്. കാരണം നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോഴും കാണുന്നതാണ്, പല പേരൻസും മക്കളെ യാഗം കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു മെന്റൽ ഫീലിങ്ങോ കാര്യങ്ങളോ കാണത്തില്ല. എക്സ്ട്രീംലി പുള്ളി ഡെല്യൂട്ടഡ് ആണ്. എക്സ്ട്രീംലി ഡെല്യൂട്ടഡ് ആയതുകൊണ്ട് പുള്ളിക്ക് അതിൽ ഒരു ഫീലിങ്സ് കാണത്തില്ല. പക്ഷേ മറിച്ച് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ദൈവം പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ടാണെങ്കിൽ പുള്ളി ആ കുട്ടിയെ എടുത്ത് ഇവിടുന്ന് മലമുകളിൽ കയറി വിറകടുക്കി അതിന്റെ മേളിൽ വെച്ച് കത്തി കയ്യിലെടുക്കും. അത്രയും നേരം ആ മനുഷ്യൻ മനസ്സിൽ കത്തിയ തീയും അങ്ങേരുടെ ആ ഒരു മെന്റൽ ഇമോഷൻസും എനിക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഫ്രീ വിൽ ഇല്ലാന്ന് ആദ്യത്തെ കുറെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഫ്രീ വിൽ ഇല്ലാതെ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്ന ദൈവം ഓൾറെഡി പരീക്ഷണത്തിന്റെ എൻഡ് റിസൾട്ട് അറിയാവുന്ന ആളെ എന്തിനാണ് പിന്നെയും പരീക്ഷിക്കുന്നത്? ഹീസ് എ സൈക്കോപാത്ത്. കാരണം മറ്റവന്റെ മനസ്സിന്റെ വേദന കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നൊരു ദൈവം. തീർത്തും പുച്ഛം തോന്നി ആ ഒരു ലെവലിൽ ഒരു മനുഷ്യനെ കടത്തിവിടാൻ കഴിയുന്ന ദൈവത്തിനോട് എനിക്ക് തീർത്തും പുച്ഛം തോന്നി. പിന്നെ വരുന്ന രണ്ട് കാര്യങ്ങൾ, ഹോളി ബർത്ത്, നമ്മുടെ വിശുദ്ധ ഗർഭവും പിന്നെ ഇൻസെസ്റ്റ്, ബ്ലഡ് ലൈനിൽ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത്. ഇത് രണ്ടും ഞാൻ പിന്നെ അധികം എലാബറേറ്റ് ചെയ്യേണ്ട ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം അത് ഒരു വിവരക്കേടാണ്. ഇൻസെസ്റ്റ് വിവരക്കേടല്ല, അതൊരു തെറ്റാണ്. പക്ഷെ അതിലൂടെയാണ് മെയിനായിട്ട് ഈ ബൈബിളിൽ പറയുന്ന പരമ്പരകളെല്ലാം പെരുകിയുണ്ടായിരിക്കുന്നത്. പിന്നെ ഹോളി ബർത്ത് എന്ന് പറയുമ്പോഴത്തേന് ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്ത വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കൊരു മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യന് അവന്റെ അറിവ് വർദ്ധിക്കും തോറും മറ്റുള്ളവർ അവനെ പുകഴ്ത്തുന്നതിനോട് വല്ലാത്തൊരു തരം അരോചകത്വം ഫീൽ ചെയ്യും. അത് തോന്നാത്തത് കൂടുതലും ഈ അല്പന്മാരായ മനുഷ്യർക്കാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്രയും സർവശക്തനായ എല്ലാത്തിനെയും അറിയുന്ന ഞാൻ ഈ മൊമെന്റിൽ ഇവിടെ ഇരുന്ന് ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന ഈ കാര്യം ഇതാണെന്നറിയാവുന്ന ദൈവത്തിന് എന്തിനാണ് ഈ സാധാരണ മനുഷ്യന്മാരുടെ ഈ സ്തുതിയും കാര്യങ്ങളും ഒക്കെ, ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും സ്തോത്രവും ഒക്കെ? പുള്ളിക്ക് എന്തിനാണ്? സത്യം പറഞ്ഞ ഒരു അല്പനല്ലേ പുള്ളി? സാധാരണപ്പെട്ട ഈ മനുഷ്യന്റെ സ്തുതി കൊണ്ട് പുള്ളിക്ക് എന്തോ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഈസ് അബ്സല്യൂട്ട്ലി ആൻ അല്പൻ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അല്പനാണോ നിങ്ങളുടെ ദൈവം? ഇത്രയും വായിച്ചു നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു കാരണവശാലും അതിനകത്ത് നിൽക്കാൻ കഴിയില്ല. കാരണം എനിക്ക് മനസ്സിലായി, ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഒരു ദൈവമാണെങ്കിൽ, ഈ അല്പനായ ഒരു ദൈവമാണെങ്കിൽ അയാളെ വിളിച്ചപേക്ഷിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അയാളോട് പ്രാർത്ഥിക്കേണ്ട കാര്യമോ എനിക്കില്ല. കാരണം അയാളെക്കാൾ ബെറ്ററാണ് ഞാൻ, സംശയമില്ലാത്ത കാര്യമാണ്. എൻ്റെ മോറൽ വാല്യൂസും എൻ്റെ എത്തിക്സും ഒക്കെ അയാൾക്കും വളരെ മേളിലാണ്. അങ്ങനെ ഒരാളെ ഞാൻ എന്തിന് ദൈവമായിട്ട് കാണുന്നു? എനിക്ക് തോന്നുന്നു അല്പസ്വല്പം തലമണ്ടയുള്ളവർക്കും ചിന്തിക്കാൻ കഴിയുന്നവർക്കും ഈസിലി മനസ്സിലാകുന്ന ഒരു കാര്യമുള്ളൂ. അറ്റ് ദ സെയിം ടൈം എനിക്ക് മനസ്സിലാവും. കാരണം
ഒരു 10-20 വർഷത്തിന് മേളിലോളം ഈ ഒരു സാധനം ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് അതിനെതിരെ ഒരു ഐഡിയ വരുമ്പോഴത്തേന് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ടേക്ക് യുവർ ടൈം, തിങ്ക് ഫോർ യുവർ സെൽഫ് ആൻഡ് ചൂസ് വാട്ട് സീംസ് റൈറ്റ് ടു യു, നോട്ട് വാട്ട് സംബഡി സേസ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ സം ബുക്ക് സേസ് ഇറ്റ് ഈസ് റൈറ്റ്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക. ക്വസ്റ്റ്യൻ എവറിത്തിങ് ആൻഡ് ഫൈൻഡ് യുവർ ഓൺ ആൻസർ, നോട്ട് സംബഡി ഹു ഫീഡ് ദാറ്റ് ഇൻ ടു യു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി ഇതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ എം വെരി മച്ച് ഹാപ്പി ടു ഷെയർ മൈ എക്സ്പീരിയൻസ് ഓർ my opinion about it. Thank you so much for watching.